അച്ഛനമ്മമാരുടെയും നിർമ്മിതിയായത്. എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തില് പെൺകുട്ടികൾ ചിലപ്പോ ഇതുപോലെ അബദ്ധത്തിൽ ചെന്ന് ചാടും. ആണുങ്ങൾ പറയുന്ന എല്ലാം വിശ്വസിക്കും. ഒടുവിൽ കുടുംബം മുഴുവൻ ഇതുപോലെ നിന്നുരുകും. അപ്പോഴും അവന്മാര് ചിരിക്കും. അവന്റെ ആ ചിരി ഇപ്പോഴും എന്റെ കാതിൽ മുഴങ്ങുക. അവൻ ബുദ്ധിപരമായൊരു നീക്കം നടത്തി നോക്കിയതാ. ഇനി വാശി കാണിക്കാനോ വെല്ലുവിളിക്കാനോ കഴിയില്ലെന്ന് അവനറിയാം. പിന്നെയുള്ള വഴി സിമ്പതിയാ. അത് കിട്ടാൻ അവൻ കരയും, കാലുപിടിക്കും, എന്തും ചെയ്യും. അവസാനം ചിരിച്ചുകൊണ്ട് അവനൊരു ഭീഷണി ഉയർത്തും. അതൊക്കെ സംഭവിച്ചു. ഞങ്ങളോട് അവൻ യാചിച്ചു. പക്ഷേ പ്രിയയെ അവൻ ഭീഷണിപ്പെടുത്തി. അവളെ കൊല്ലുമെന്ന് പറഞ്ഞു. ജനനവും മരണവും തീരുമാനിക്കുന്ന അവനല്ലല്ലോ അങ്കിൾ. കാലന്റെ ജോലി ചെയ്യാൻ അവനെ ദൈവം ഏർപ്പാടാക്കിയിട്ടൊന്നുമില്ലല്ലോ. അങ്കിൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. അവന്റെ ഭീഷണിക്ക് ചവറ്റുകൊട്ടിലിടുന്ന കടലാസിന്റെ വില പോലും കൽപ്പിക്കേണ്ട കാര്യമില്ല. എന്തു വന്നാലും ഞങ്ങളെല്ലാം കൂടെയുണ്ട്. സുധാകരൻ നായരെ, സമാധാനായിട്ടിരിക്കേ. ജ്യോതിമോളിപ്പോഴേ സരോവരത്തിലെത്തിയിട്ടുണ്ടാവും. പ്രിയമോടെ മാരേജ് നമ്മൾ ഗംഭീരമായിട്ട് നടത്തും. എന്റെ മക്കളും ഈ അമരാവതിയും നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും. ധൈര്യമായിട്ട് പൊയ്ക്കോളൂ. അങ്കിൾ, ഞാനുണ്ട് എന്തിനും. ഒരു ഭയവും വേണ്ട. അവന്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. ഇപ്പോഴാ എനിക്ക് സമാധാനമായത്. നിങ്ങൾ കൂടെ ഉള്ളപ്പോ എനിക്ക് പേടിയെന്തിനാ? പത്മാവതിയമ്മേ, മനസ്സ് നിറയെ സങ്കടത്തിന്റെ കടലുമായിട്ടാ ഞാനിങ്ങോട്ട് വന്നത്. പക്ഷേ ഇപ്പൊ എനിക്ക് നല്ല ധൈര്യമുണ്ട്. ഉള്ളിലെ സങ്കടങ്ങൾ പറയാൻ ലോകത്തെ ഒരച്ഛനും ഇതുപോലൊരിടം കിട്ടിയിട്ടുണ്ടാവില്ല. നിങ്ങൾ ആരും പേടിക്കണ്ട. അവൻ പറഞ്ഞ പോലെ ഒന്നും സംഭവിക്കില്ല. പ്രിയയുടെ കല്യാണം നമ്മൾ തീരുമാനിച്ചതുപോലെ തന്നെ നടക്കും. അവന്റെ മട്ടും ഭാവവും കണ്ടിട്ട് എനിക്ക് അങ്ങനെയല്ല തോന്നിയത്. അവൻ എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെയാ. അവൻ എന്തെങ്കിലും തീരുമാനിച്ചുറപ്പിക്കട്ടമ്മേ. അതിന് അമ്മ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? നിനക്കത് പറയാം. ഒരു പെറ്റമ്മയ്ക്ക് മാത്രമേ അതിന്റെ സങ്കടം എത്രയാണെന്ന് മനസ്സിലാവൂ. കല്യാണം നടക്കുന്നതിനിടയിൽ അവൻ എന്തെങ്കിലും കോലാഹലം ഉണ്ടാക്കാൻ വന്ന നമ്മൾ എന്ത് ചെയ്യും? അതൊന്നും ഓർത്ത് മമ്മി പേടിക്കണ്ട. ഈ കല്യാണം ഉറപ്പിച്ചതും നടത്തുന്നതും DK ആണെങ്കിൽ അതിനുള്ള വഴിയൊക്കെ DK ചെയ്തോളൂ. അമ്മേ, അമ്മ പോയി അടുക്കളയിൽ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ ചെയ്തേ. എനിക്ക് ചേച്ചിയോട് ഒരു കാര്യം സംസാരിക്കാനുണ്ട്. ചെല്ലമ്മേ. എന്താടി? ചേച്ചി, അമ്മ പറഞ്ഞത് സത്യമാണ്. അവനൊരു തനി ഭ്രാന്തനെ പോലെയാ ഇവിടെ വന്ന് സംസാരിച്ചത്. ഈ കല്യാണം മുടങ്ങിയെന്ന് കരുതി അവൻ സന്തോഷിച്ചിരിക്കുമായിരുന്നു. ഞാൻ ഈ കല്യാണത്തിന് വീണ്ടും സമ്മതിക്കുമെന്ന് അവൻ ഒരിക്കലും കരുതിയിട്ടുണ്ടാവില്ല. അതുകൊണ്ടിപ്പോ അവന്റെ ഭ്രാന്തം കൂടി കാണും. ചേച്ചി, കല്യാണ സ്ഥലത്ത് അവൻ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയ അത് നാണക്കേടാവില്ലേ ചേച്ചി? ഈ ഒരു അവസ്ഥയില് DKയും അവനുമായിട്ട് നേരിട്ടൊരു ഏറ്റുമുട്ടലിന് നമ്മളായിട്ട് വഴിയൊരുക്കണോ? അതിനെക്കുറിച്ചൊന്നും നീ ഇപ്പൊ ആലോചിക്കണ്ട. ബാക്കിയൊക്കെ അതിന്റെ സമയത്ത് നടന്നോളൂ. ഞാൻ എന്തായാലും അവനെ ഒന്ന് വിളിക്കട്ടെ. ജ്യോതിയുടെ ഫോണാണല്ലോ. എന്താണാവോ? എന്നോടുള്ള പിണക്കൊക്കെ തീർന്നോ? ചിലപ്പോ തീർന്നു കാണും. ഹലോ ജ്യോതി.
നീ ഇപ്പൊ എവിടെയുള്ളേ? ഞാനിവിടെ സ്റ്റേഷനിലുണ്ട്. അല്ലാതെ ഞാൻ എവിടെ പോവാനാ? എനിക്കൊന്ന് നിന്നെ കാണണം. കാണാം. എന്തിനാ? പ്രിയയെ എനിക്ക് കല്യാണം കഴിച്ചു തരുന്ന കാര്യം സംസാരിക്കാനാണോ? അതെ, പ്രിയെ നിനക്ക് വിവാഹം കഴിച്ചു തരുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ തന്നെയാ. ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. വാ 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 വാടി. കൊള്ളാം. അപ്പോ എന്റെ മരുന്നേറ്റു. സമ്മതിക്കും. വരാതെ പറ്റില്ലല്ലോ. ഇല്ലില്ല, ഞാൻ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയിട്ടില്ല. ഒന്ന് റിക്വസ്റ്റ് ചെയ്തു. അവളെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാമെന്ന് പറഞ്ഞു. യഥാർത്ഥ സ്നേഹം അവർക്ക് ബോധ്യമായെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും സമ്മതിച്ചത്. എത്തി. ഞങ്ങൾ സംസാരിക്കട്ടെ, തിരിച്ചു വിളിക്കാം. ഇരിക്കേട്ടത്തി. കുടിക്കാൻ എന്താ വേണ്ടത്? ടീ, കോഫി? അല്ല, വേണ്ട. എന്തൊരു ചൂടാ. ഈ സമയത്ത് ജ്യൂസാ നല്ലത്. കല്യാണക്കാര് സംസാരിക്കുമ്പോ മധുരം നല്ലതാ. സിനി, പെട്ടെന്നൊരു തണുത്ത ജ്യൂസ് മേടിച്ചോ. നിക്ക്, മധുരം കുറച്ച് കൂട്ടിക്കോളാൻ പറ. ഇരിക്കു ചേച്ചി. ബഹുമാനാണോ? നമ്മൾ ബന്ധുക്കളാകാൻ പോവല്ലേ, ഇനി അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇരിക്കുന്നില്ലേ? വേണ്ട. ഏട്ടത്തി ഇരിക്കുന്നില്ലെങ്കിൽ അനിയനും ഇരിക്കുന്നില്ല. സത്യം പറഞ്ഞ ജ്യോതിയോട് എങ്ങനെ നന്ദി പറയണമെന്ന. എന്തായാലും കല്യാണക്കാര് സംസാരിക്കാൻ ജ്യോതി നേരിട്ടിങ് വന്നല്ലോ. എനിക്ക് സന്തോഷായി. നിർത്തടാ. ഞാൻ നിനക്ക് കല്യാണം ആലോചിക്കാൻ വന്ന ബ്രോക്കറാണെന്ന് കരുതിയോ? അയ്യോ, അപ്പോ കല്യാണക്കാര് സംസാരിക്കാൻ വന്നല്ലേ? ഇങ്ങനെയാണെങ്കിൽ കല്യാണത്തിന് പകരം നിന്റെ ശവോടൊക്കെയായിരിക്കും നടക്കാൻ പോകുന്നത്. ഒരേ നാവ് കൊണ്ട് യാചനയും ഭീഷണിയും. പ്രിയെ കെട്ടിച്ചു തന്നില്ലെങ്കിൽ എന്റെ അച്ഛനെ നീ കൊല്ലും, അല്ലേടാ? അയ്യോ, ഒന്ന് പതിയെ സംസാരിക്കേ. മറ്റുള്ളവർ കേട്ട് കഴിഞ്ഞാൽ ജ്യോതിക്കല്ലേ എന്റെ നാണക്കേട്. ഇനി എന്റെ കുടുംബത്തിന്റെ 7 അയലത്ത് വന്നു പോരുത് നീ.